നമസ്കാരം. US ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും മാർജിനലി നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതും ഏഷ്യൻ മാർക്കറ്റിലുടനീളം ചെറിയ രീതിയിലുള്ള വീക്ക്നെസ് പ്രകടമായതും മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം നിഫ്റ്റി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും 24,000 മുകളിൽ 24,102 ക്ലോസിംഗ് നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. US ഇറാൻ സമാധാന ചർച്ചകളിലുണ്ടായ പുരോഗതിയും 60 ദിവസത്തേക്ക് ഇറാന് എണ്ണ ഉൽപ്പാദനത്തിനും വിതരണത്തിനും ട്രേഡ് ചെയ്യാനുമുള്ള ലൈസൻസ് അമേരിക്ക നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ US ഇറാൻ കരാറിൽ പ്രകടമായ രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാവുകയും ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. S&P, ഡോ ജോൺസ് തുടങ്ങിയ ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് 0.09% ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയത്. ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള അപ്ഡേറ്റ് പരിശോധിച്ചാൽ ഇന്ന് അമേരിക്കയുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ കൺസപ്ഷൻ ഡാറ്റ പുറത്തു വരാനിരിക്കെ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായ സ്ലൈറ്റ് റിക്കവറി മൂലം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 1.5%, ജപ്പാൻ്റെ ഇൻഡെക്സ് 0.5% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $78 പെർ ബാരൽ എന്ന ലെവലിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് JSW ഇൻഫ്രാസ്ട്രക്ചർ. JSW ഇൻഫ്രാസ്ട്രക്ചർ QIP വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. $290 പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനിയുടെ QIP ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പായ സജ്ജൻ ജിൻഡാൽ ഫാമിലി ട്രസ്റ്റ് OFS വഴി JSW ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ 3.3 കോടി ഷെയറുകൾ സെൽ ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. 1,081 കോടി രൂപയുടെ ഒരു അഡീഷണൽ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയ. 1,182 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സൂരജ്യ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിക്ക് വോഡാഫോൺ ഐഡിയ 430 കോടി വാറണ്ട് ഇഷ്യൂ ചെയ്തേക്കും. 11 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള പെർ യൂണിറ്റ് എന്ന റേറ്റിലാണ് വാറണ്ടിൻ്റെ വില. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ഇൻഫോ എഡ്ജ് പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം 2020 മുതൽ 1,003 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഡീപ് ടെക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ കമ്പനി നടത്തിയിരിക്കുന്നത്. ഏകദേശം 54 സ്റ്റാർട്ടപ്പ് കമ്പനികളിലായിട്ടാണ് ഇൻഫോ എഡ്ജ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സിർമ SGS എന്ന കമ്പനി ജപ്പാനിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ കമ്പനിയായ കഗ ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രീമിയം ജപ്പാനീസ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ക്ലയൻസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സിർമ SGS ടെക്നോളജി ഒരു സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. അപ്പാർ ഇൻഡസ്ട്രീസ് മിഡിൽ ഈസ്റ്റിലെ ഫുഡ് പ്രിൻറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൗദി അരാംകോ ബേസ് ഓയിൽ കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബിർള കോർപ്പറേഷനും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. മധ്യപ്രദേശിലെ ബിക്രം കോൾ മൈനിൽ കോളിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബിർള കോർപ്പറേഷൻ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. അതുപോലെ തന്നെ NPST അല്ലെങ്കിൽ നെറ്റ്വർക്ക് പീപ്പിൾ സർവീസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. UPI തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് NPST എന്ന സ്റ്റോക്കിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ NPST എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NPST എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. യാഷ് ഹൈ വോൾട്ടേജ് എന്ന കമ്പനി 151 കോടി രൂപ പ്രിഫറൻഷ്യൽ ഫണ്ട് 181 കോടി രൂപ കൺവെർട്ടബിൾ വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാഷ് ഹൈ വോൾട്ടേജ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൂടാതെ GHV ഇൻഫ്ര എന്ന കമ്പനിക്ക് 213 കോടി രൂപയുടെ ഒരു കോംപ്രിഹെൻസീവ് എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പോസിറ്റ് വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേയിൽ നിന്നാണ് GHV ഇൻഫ്ര എന്ന കമ്പനിക്ക് 213 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. അതുകൊണ്ട് GHV ഇൻഫ്ര എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആമറി സ്പോർട്ട് ഓർഗനൈസേഷനുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഹീറോ മോട്ടോർ കോർപ്പ് ലോങ് ടൈമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഏഷ്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം.
കമ്പനി ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി നോൺ കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയർ ഇഷ്യൂ വഴി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലിഖിതിയ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി 60 കോടി രൂപയുടെ ഫണ്ട് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിഖിതിയ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. RPG ലൈഫ് സയൻസ് ആൻഡ് HEG എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ജൂലൈ 22 തിരഞ്ഞെടുത്തിട്ടുണ്ട്.